പലരും പലതും പലതും പറയും, പറയാത്തതു നാം എങ്ങനെ കേൾക്കും? കേൾക്കും കേൾക്കും കേൾക്കും. പലരും പലതും പലതും തിരയും, തിരയാത്തതു നാം എങ്ങനെ കാണും? പലരും പലതും പതിവായി അറിയും, അറിയാത്തതു നാം എങ്ങനെ പറയും? കണ്ടില്ല കേട്ടില്ല മിണ്ടില്ല ആരാരും. കണ്ടില്ല കേട്ടില്ല കേട്ടില്ല മിണ്ടില്ല ആരാരും. പിന്നെ അടയ്ക്ക് പണ്ടത്തെ സംഭവം എന്താ കുറുക്കണം? ഒന്നുമില്ല സാറേ. ഇതൊന്നൊന്നുമില്ലെന്ന്. എടാ, വണ്ടിയായിട്ട് റോഡിൽ ഇറങ്ങുമ്പോൾ ട്രാഫിക് നിയമങ്ങൾ പാലിക്കണം, മനസ്സിലായ? അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് പോലീസ് സ്റ്റേഷനിൽ നിൽക്കേണ്ടി വരും. വെറുതെ എന്തിനാണ് വീട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണം? ആവശ്യമില്ലാതെ. എനിക്ക് മുടിയൊക്കെ വെട്ടി വൃത്തിയായിട്ടൊന്നും നടക്കാൻ പാടില്ലേ? നല്ല സുന്ദരനാണ് നീ, മര്യാദക്കൊക്കെ നടക്കുക കേട്ടാ. ആ സാർ, ഇവന്മാരാണ് മറ്റേ വണ്ടി ഹെൽമെറ്റ് ഇല്ലാതെ ഓടിച്ച്. ഇനി മേലാൽ ഞാൻ ഹെൽമെറ്റ് ഇല്ലാതെ ടൂ വീലർ ഓടിക്കില്ല. ഇത് സത്യം 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 101 പ്രാവശ്യം എഴുതണം കേട്ടാ. സാറേ സത്യം എന്ന് പറഞ്ഞാൽ 3 തവണ എഴുതണോ? സത്യം എന്ന് പറഞ്ഞാൽ 1 ഉള്ളൂ സാറേ. പലരും പലതും പലതും പറയും, പറയാത്തതു നാം എങ്ങനെ കേൾക്കും? ഇത് സാറിന് സത്യം പഠിപ്പിക്കാൻ വന്നാണ് നീ? അല്ല സാറേ, ഒരു സംശയം. സംശയം അല്ല, നിന്റെ പ്രായത്തിന് സംശയമൊക്കെ നല്ലതാണ് അല്ലടോ? എന്താടാ നിന്റെ അച്ഛൻ്റെ പേര്? സുകുമാരൻ. അമ്മയുടെ പേരോ? സുകുമാരി. പ്രാസം പറഞ്ഞു കളിക്കണം. അല്ല സാറേ, സത്യം. ആ, നീ സുകുമാരൻ്റെ മോനാണെന്നുള്ള കാര്യം സത്യമാണോ? സത്യമാണ് സാറേ. സുകുമാരൻ്റെ മോനാണെന്നുള്ള കാര്യം അതും സത്യമാണ് സാർ. അപ്പോൾ സത്യം ഒന്നേ ഉള്ള ഒന്നേ ഉള്ള. പലരും പലതും പലതും പറയും, പറയാത്തതു നാം എങ്ങനെ കേൾക്കും? എന്താടാ എൻ്റെ പേര്? സത്യൻ. സത്യമാണ് സാർ. ആ കൊടുക്ക് സാറേ, എല്ലാവർക്കും കൊടുക്ക്. അങ്ങോട്ട് കൊടുക്കടാ. സാറേ വെച്ചെഴുതാൻ വെച്ചെഴുതാൻ വെച്ചെഴുതാനാ? അവിടെ ഒന്ന് മാറി കൊടുത്താൽ അവനൊക്കെ വെച്ചെഴുതട്ടെ. അവനൊക്കെ ഹെൽമെറ്റ് വെക്കാണ്ട് തേരാപ്പാര ടൂ വീലർ ഓടിച്ച് നടന്നിട്ട് നീ നിനക്ക് വെച്ചെഴുതാൻ ഞാൻ ഇരിപ്പിടം ഉണ്ടാക്കി തന്നോടാ. നിന്നെഴുതാ. സമർത്ഥനസൈ പിടിച്ചു കെട്ടിയ കേസാണേ, അത് കടത്തി വെട്ടാൻ ഇവിടിനിയാരും നോക്കണ്ട. സമർത്ഥനസൈ പിടിച്ചു കെട്ടിയ കേസാണേ, അത് കടത്തി വെട്ടാൻ ഇവിടിനിയാരും നോക്കണ്ട. സമർത്ഥനസൈ പിടിച്ചു കെട്ടിയ കേസാണേ. കേട്ടെഴുത്ത് നോട്ടെഴുത്ത് എന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ നിന്നെഴുത്ത് ആദ്യമായിട്ടാ കാണണേ. എന്താ സാറേ? വാസം അടിച്ചിട്ടുണ്ടല്ലേ? അങ്ങനെയൊന്നുമില്ലേ സാറേ. പിന്നെ അളിയൻ വന്നിട്ടേ, ആ, അപ്പൊ ഞങ്ങൾ ഈ നാട്ടു വർത്താനും കൊച്ചു വർത്താനും ഒക്കെ പറഞ്ഞ് സംസാരിച്ച് ഒരു 2 അല്ലാണ്ട് വേറെ അതിൻ്റെ ഒരു എന്ത് ഇവിടെ തനിക്ക് നാണ അവരോട് മദ്യപിച്ചിട്ട് ഡ്യൂട്ടിക്ക് വരാനായിട്ട്? അല്ല സാറേ, ഞാൻ ഫിറ്റാണല്ലോ. ആ, അതെനിക്കറിയാം, താൻ നല്ല ഫിറ്റാണെന്ന്. എടോ, ഇത് ഞാൻ മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആ, പിന്നെ താൻ പെൻഷൻ മേടിക്കാൻ വേണ്ടിയിട്ടില്ല, ഒരുപാട് തോട ഓടിക്കേണ്ടവര്. സാറേ പിടിവിട് സാറേ. വിടൂല്ല. ഞാൻ SHO ആയിരിക്കുന്നിടത്തോളം കാലം തൻ്റെ ഈ വേഷം കെട്ട് ഇവിടെ നടക്കില്ല. എടോ, താനും ആ പുറത്ത് നിന്ന് ആ എംപോസിഷൻ എഴുതുന്ന പിള്ളേരും തമ്മിൽ എന്താണ് വ്യത്യാസം? അല്ല സാറേ, ഇനി മുതൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ ഇനിയൊന്നും പറയണ്ട, നോ എക്സ്ക്യൂസസ്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, വാസുവിന് ഇന്ന് ഡ്യൂട്ടി അല്ല. താൻ വീട്ടിൽ പോയി കിടന്നുറങ്ങി കുളിച്ച് കുട്ടപ്പനായിട്ട് വൈകിട്ട് വാ, നൈറ്റ് ഡ്യൂട്ടി നോക്കാം. അല്ല സാറേ, വൈകിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അളിയൻ. അപ്പൊ അളിയന് ഇതുവരെ പോയിട്ടില്ലേ? അളിയൻ എന്താ പോണത്?
14നോ 15നോ പോവും. അപ്പൊ അളിയൻ പോകുന്നവരും വാസുവിന് ഇന്ന് നൈറ്റ് ഡ്യൂട്ടി തന്നെയാണ്. അല്ല സാറേ, അല്ല അത്രേ ഉള്ളൂ, ഇനി കൂടുതലൊന്നും പറയണ്ട. ഞാൻ കൈവിട്ട് പോയി. ആ ഹലോ, ആ ഞാൻ അന്വേഷിക്കാൻ പറഞ്ഞ കേസിന്റെ എന്തായി? ദിവന്മാർ കുറെ നേരം ആയല്ല ഇത്. എഴുതി കഴിഞ്ഞില്ലേ ഇതുവരെ? പെട്ടെന്ന് ആട്ടാ. എവിടെ നോക്കട്ടെ. ഇത് എന്താണ് എഴുതി വെച്ചത് സാറേ? ഓ വിട്ടോ ഞാൻ അറിഞ്ഞായിരുന്നു. ഒന്നും പറയണ്ട. എടാ ഇത് ഓടിക്കുന്നതിന് ഡാഡിയുടെ ഡായല്ല, പേടിയുടെ ഡായാണ് വേണ്ടത് കേട്ടാ. മലയാളമൊന്നും എഴുതാൻ അറിയാൻ പാടില്ല. നിനക്ക് പെട്ടെന്ന് എഴുത്. പെട്ടെന്ന് എഴുത്. ഓ ഇതെനിക്കുള്ള ബെല്ലാണല്ലോ. സാറേ ഒന്ന് നോക്കിക്കോണേ. അതെ നോക്കിക്കേ, പിള്ളേരെ നോക്കിക്കേ, ഫ്രീക്കന്മാരാ. മലയാളം എഴുതാനും പോയാലും ചോദിക്കുന്നേരം അറിയാൻ പാടില്ല. അതുകൊണ്ട് 100 തവണ തെറ്റുകൂടാതെ മലയാളം എഴുതിച്ചിട്ട് വിട്ടാൽ മതി എന്നാ സാറ് പറഞ്ഞേക്കുന്നത്. എന്നെ ഏറ്റത് അല്ല, കണ്ടു കഴിഞ്ഞാൽ തെറ്റൊക്കെ മനസ്സിലാക്കാൻ അറിയാവോ? ഈ ചെറുപ്പം പോലെ പോലീസാവണം എന്നുള്ള മോഹമായിരുന്നു. അതെ, അതുകൊണ്ട് ഈ ഭാഷയ്ക്ക് അത്ര ബലം കൊടുത്തിട്ടില്ല. പോലീസ് ഭാഷയിലെ ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇവിടെ വന്നെ പ്രവീനെ വിളിക്കണ ഞാൻ കേൾക്കുന്നതല്ലേ. സഹായത്തിന് ഞാൻ ഒരാളെ തരാം. സാറേ നിങ്ങൾ വന്നേ. പാമസാറിനെ ഒന്ന് സഹായിച്ചേക്കണേ. മലയാളമാണ് സാറ് വിളിക്കുന്നുണ്ട്. ഞാൻ ചെല്ലട്ടെ. എന്റെ ക്യാപ്പിന്റെ കാര്യം എപ്പോഴും മറന്നു പോകും. എഴുതിക്കേ, സീറ്റ് ബെൽറ്റ് ഇടാതെ. അതിന് സാറേ ഞാൻ 4 വീലർ ഓടിക്കൂലല്ലോ. അതിന് അപ്പൊ ഞാൻ എഴുതേണ്ട ആവശ്യമുണ്ടോ? എടാ നീ നാളെ ഒരു കാലത്ത് 4 വീലർ ഓടിക്കുമല്ലോ, അന്ന് സീറ്റ് ബെൽറ്റ് ഇടാൻ മറക്കാതിരിക്കാൻ ഇപ്പഴേ എഴുതിക്കോ. എന്തായാലും അവന്മാര് ഇമ്പോസിഷൻ എഴുതി കഴിഞ്ഞാ? എഴുതി കഴിയുമ്പോഴേ ഒന്ന് പേടിപ്പിച്ചിട്ട് അങ്ങ് പറഞ്ഞു വിട്ടേ. പിള്ളേരല്ലേ, നടപടിയൊന്നും എടുക്കണ്ട. ആ ഹലോ സാറേ, ഷിഹാബാണ്. ആ സാറ് വീട്ടിലെത്തിയോ? ആ CI സാറ് പറഞ്ഞിട്ട് വിളിച്ചാണ്. അല്ല യൂണിഫോമിലാണല്ലോ, അപ്പോൾ ആരോടെങ്കിലും കയറി പ്രശ്നങ്ങളൊന്നും ഉണ്ട്. ഞാൻ ഉപദേശിക്കാൻ വിളിച്ചതൊന്നുമല്ല, സാറ് പറഞ്ഞിട്ടാ. ആ ആ അളിയൻ പോയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. ആ ശരി. എന്തായി സാറേ, സാറ് വീടെത്തിയോ? ഓ വീട്ടിലെത്തി. ഓ സമാധാനായി. പറയാ, ജനങ്ങൾക്ക് മാതൃകയാവേണ്ട ആൾക്കാരാ നമ്മൾ പോലീസുകാർ. അപ്പം നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരാൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കാണുന്നവരെന്ത് വിചാരിക്കും? നമ്മൾ പോലീസുകാരെല്ലാവരും അങ്ങനെയാണെന്നല്ലേ? അതെ, അതുകൊണ്ടാണ് ഭരത് സാറിനോട് ഞാൻ എപ്പോഴും പറയുന്നത്, വാ തുറന്ന് മിണ്ടരുതെന്ന്. അതെന്താ ഞാൻ സംസാരിച്ചാൽ? സാറിന്റെ സംസാരം കേൾക്കണവരൊക്കെ വിചാരിക്കും പോലീസുകാരെല്ലാം മണ്ടന്മാരാണെന്ന്. അതെ സാറേ, ഞാനും ഒരു പോലീസുകാരനാണ്. അതുകൊണ്ടാണ് മിണ്ടരുതെന്ന് പറഞ്ഞത്. ഷിഹാബ് സാർ എന്റെ വായിന്നൊന്നും കേൾക്കല്ലേ. ചൂടാവുമ്പോ കറക്റ്റ് ഭരചന്ദ്രൻ. സാറേ, CI സാർ അന്വേഷിച്ചു. 3 തവണ അന്വേഷിച്ചു. അയ്യോ, എന്താ അത്ര വൈകിയത്? സാറേ എനിക്കിന്നൊരു പെണ്ണുകാണലുണ്ടായിരുന്നു. ഇന്നും ഉണ്ടായിരുന്ന? ആ സാറേ. എന്നിട്ട് എന്താ ഉറപ്പിച്ചാ? ഇല്ല. അതെന്താ? ഇഷ്ടായില്ല. മീനുക്കുട്ടീനെ ഇഷ്ടായില്ലെന്നാ? എന്നെ ഇഷ്ടായോ ഇഷ്ടായില്ലേന്നൊന്നും ഞാൻ ചോദിച്ചില്ല, എനിക്കിഷ്ടായില്ല സാറേ. അതെന്താ? അതെ സാറേ, ഞാൻ യൂണിഫോം ഇട്ട് ഇങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് അവർ പെണ്ണ് കാണാൻ വേണ്ടി കയറി വരുന്നത്. എന്നെ ഈ യൂണിഫോമിൽ കണ്ടതോടെ ഉണ്ടല്ലോ ചെറുക്കൻ കിടുകിടാന്ന് വിറയ്ക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ ചായയും പലഹാരമൊക്കെ കൊടുത്ത് വിട്ടു സാറേ. എന്തായാലും അത് വേണ്ട, നല്ലത് വേറെ വരും. അതെ സാറേ, വരട്ടെ, നല്ലത് വേറെ വരും. അതെ, ഞാൻ CI സാറിനെ ഒന്ന് കണ്ടിട്ട് വരാം. ചെല്ല് സാറേ. എന്താ ഈ പെണ്ണുകാളി ചടങ്ങ്? ഇത്തവണ ചീറ്റിപ്പോയല്ലേ? അയ്യോ, സാറെങ്ങനെ അറിഞ്ഞ്? ഇതൊക്കെ അറിയാണ്ട് പിന്നെ ഞാനെങ്ങനെ നിങ്ങളുടെ സാറാവണത്? പിന്നെ ഡ്യൂട്ടിക്കിടയിലുള്ള പെണ്ണുകാളി ചടങ്ങ് അത് പറ്റൂലെന്ന് അച്ഛനോട് പ്രത്യേകം പറഞ്ഞു. സാറേ, അച്ഛന് പറഞ്ഞാൽ അതൊന്നും മനസ്സിലാവത്തില്ല. ആ കുഴപ്പമില്ല, ഞാൻ അച്ഛനെ വിളിച്ച് പറഞ്ഞോളാം കേട്ടാ. ഇന്നലെ കോടതിയിലേക്ക് അയക്കാൻ പറഞ്ഞ ഫയൽ അയച്ചായിരുന്നോ? ആ സാറേ, അത് ഇന്നലെ തന്നെ അയച്ചു. ആ വെരി ഗുഡ്. ആ ഷിഹാബേ, ആ വാസാറ് വീട്ടിലെത്തിയായിരുന്നോ? ഞാൻ വിളിച്ചിരുന്നു, വീട്ടിലെത്തിയാണ്. ആ ഇടക്കൊന്നുകൂടി വിളിച്ചോട്ടെ പുള്ളിനാ, അല്ലെങ്കിലേ പുള്ളി അളിയനോട് പൊക്കളയും. നൈറ്റ് ഡ്യൂട്ടി പറഞ്ഞേക്കണതാ. ശരി സാർ. അപ്പൊ ശരി എന്നാലേ.
ഇതെന്താണ് കേസ് എന്നാ? ഈ കൂട്ടത്തിലേതാ CI? ഞാനാണേ. എന്താണ് അവ കാര്യം? ഇതാരാണെന്നറിയാമോ? അയ്യോ ഇല്ല, ആരാണ്? ഇതാണ് ജിൻഡോ മുതലാളി. നമസ്കാരം സാറേ, അറിയില്ലായിരുന്നട്ടാ. എനിക്ക് CI ഒന്ന് നേരിട്ട് കാണണമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഞാനാണ് CI. എന്താണ് അവ കാര്യം? എനിക്ക് കുറച്ച് കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കാനുണ്ട്. ഓ ആയിക്കോട്ടെ. ജിൻഡോ ജ്വല്ലറി, ജിൻഡോ പാർക്ക്, ജിൻഡോ ഷോപ്പിംഗ് മാള്, ജിൻഡോ കല്യാണ മണ്ഡപം, പിന്നെന്തുണ്ട് മുതലാളി നമുക്ക്? മുതലാളിക്ക് ഇതെല്ലാം ഉണ്ട്. മുതലാളി കോടീശ്വരനാണെന്ന് എനിക്കറിയാം. നിങ്ങൾ വന്ന കാര്യം പറ സാറേ, ഈ വരുന്ന 28-ാം തീയതി എൻ്റെ മകളുടെ കല്യാണമാണ്. അത് ശരി, കല്യാണം വിളിക്കാൻ വേണ്ടിയാണ് ഈ കഥ മുഴുവൻ പറഞ്ഞത്? ഹേയ് അതല്ല, എനിക്കാകെ ഒരേ ഒരു മകളേ ഉള്ളൂ. അവളുടെ കല്യാണം വളരെ ഗംഭീരമായിട്ട് നടത്താനാണ് എൻ്റെ തീരുമാനം. കല്യാണത്തിന് 2000 പേരെങ്കിലും വിളിച്ച് സദ്യ കൊടുക്കാനുള്ള പെർമിഷൻ സാറ് തരണം. അപ്പം മുതലാളുടെ മോൾക്ക് കല്യാണം നടത്താൻ പെർമിഷൻ വേണം? അതെ. ഒരാളുടെ ആഗ്രഹം കൊള്ളാം, ഒരേ ഒരു മകളുടെ കല്യാണമാണ് ഗംഭീരമായിട്ട് നടത്തണം. പക്ഷെ ഇത് കോവിഡ് കാലമാണ് മുതലാളി. ഒരു 150 പേർക്ക് പെർമിഷൻ തരാനേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. സാറിന് മുതലാളിനെ മനസ്സിലാവേണ്ടാണ്. മുതലാളി ആരാന്നറിയോ? ജിൻഡോ മുതലാളിയാണ്. ജിൻഡോ മുതലാളി മുതലാളിയുടെ മോളുടെ കല്യാണം നടത്തണമെങ്കിൽ 3000 പേരെങ്കിലും വേണം. ഏതാണവൻ? അവൻ നമ്മുടെ പയ്യനാ, അവ എപ്പോഴും കൂട്ടത്തിൽ കാണും. സാറേ, അപ്പോൾ ഒരു 2000 പേരെ ക്ഷണിച്ച് സദ്യ നടത്താനുള്ള അനുവാദം സാറ് തരണം. നടക്കൂല മുതലാളി. സാറേ, സാറിൻ്റെ മേളിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെ എനിക്കറിയാം. പിന്നെ സാർ ഇവിടെ യൂണിഫോം ഇട്ട് CI ആയിട്ടിരിക്കുമ്പോൾ വെറുതെ എന്തിനാ അവരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണേന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. മുതലാളിക്ക് ഇപ്പോഴും കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല. ഞാനൊന്നും കൂടി പറഞ്ഞു തരാം. ഇത് കോവിഡ് കാലഘട്ടമാണ്. ഈ നേരത്തൊക്കെ 2000 പേരെ വെച്ച് ഫംഗ്ഷൻ നടത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള പെർമിഷൻ തരാൻ ഞങ്ങൾക്ക് അനുവാദമില്ലെന്നേ. മുതലാളിനെ സാറിന് മനസ്സിലാവേണ്ടാണ്. മുതലാളിക്ക് കൊറോണ എന്നൊരു പ്രശ്നമല്ല കേട്ടാ. നീ കുറച്ച് നേരത്തേക്ക് ഒന്നും മിണ്ടാതിരിക്കും. അപ്പോൾ സാറിന് പെർമിഷൻ തരാൻ പറ്റില്ല അല്ലേ? പറ്റാത്തത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ നമ്മൾ റെഡിയാക്കി തരൂല്ലേ? സാറേ, സാറിൻ്റെ മേലുദ്യോഗസ്ഥന്മാരെ മുഴുവൻ എനിക്കറിയാം. അവരുടെ കയ്യിൽ നിന്ന് ഈ കല്യാണത്തിൻ്റെ പെർമിഷൻ ഞാൻ മേടിക്കും. പിന്നെ എന്താണ്ടാവാന്നുള്ളത് സാറിന് ഞാൻ പറയേണ്ട അറിയാലോ. അയ്യോ, മുതലാളി ഇത്രയും വലിയ കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കല്ലേ. ഒരു കാര്യം ചെയ്യും, മുതലാളി കുറച്ച് നേരം പുറത്തേക്ക് ഇരിക്കും. ഓ, ഞാൻ ഈ 2000 പേർക്കുള്ള പെർമിഷൻ എങ്ങനെ എഴുതിയെടുക്കാന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. ആയിക്കോട്ടെ. സാറ് കണ്ട ജിൻഡോ മുതലാളി പെർമിഷൻ മേടിച്ചത് കണ്ട? മുതലാളി നമുക്ക് പുറത്തിരിക്കാം. സാർ ചായ വേണോ? വേണ്ട. സാറിന് ചായ വേണോ? വേണ്ട വേണ്ട. കുമാരന്റെ ചായക്ക് പഴയ ഗമയില്ലല്ലോ. സാറേ, പഴയ ചായ തന്നെയാണ് സാർ കുമാരന്റെ. വെള്ളത്തിൽ ചായ ചേർത്തെന്ന് പറഞ്ഞേ ഞാൻ കേസെടുക്കും കേട്ടാ. ഇടയ്ക്ക് ഈ ചായ കുമാരനൊന്ന് കുടിക്കണം, നല്ലതാ. എല്ലാം കൊണ്ടേ കൊടു. ഇല്ല, അത് കുഴപ്പമില്ല, ഞാനത് അറേഞ്ച് ചെയ്തോളാം. ഓക്കെ. ഞാനൊന്ന് വിളിക്കാം കേട്ടോ. ശരി, ഓക്കെ ബൈ. ജിൻഡോ മലയാളി ഒന്നുങ്ങ വന്നേ. മലയാളി, മുതലാളുടെ പ്രശ്നം ഞാൻ പരിഹരിച്ചിട്ടുണ്ടേ. എന്താ സാറേ ജിൻഡോ മുതലാളുടെ പ്രശ്നം? അപ്പൊ നിങ്ങളാരും ഒന്നും പറഞ്ഞില്ലേ? ഇല്ല സാറേ. അയ്യോ, ജിൻഡോ മുതലാളുടെ ഒരേ ഒരു മകളുടെ കല്യാണമാണ്. ഈ കൊറോണ കാലത്ത് 2000 പേരെ വിളിച്ചു വരുത്തിയിട്ട് വീട്ടിൽ വെച്ച് സദ്യ കൊടുക്കണമെന്നാണ് മുതലാളുടെ ആഗ്രഹം. 2000 പേരുടെയൊക്കെ? ഓ,
ഒരു മകളല്ലേ, പുള്ളിയുടെ ഒരു ആഗ്രഹമല്ലേ, ആഗ്രഹമൊക്കെ എല്ലാവർക്കും ഉണ്ടാവൂലേ. 2000 മാറ്റി ഞാൻ 4000 പേരുടെ സദ്യയാക്കിയിട്ടുണ്ട്. 4000 പേരുടെ സദ്യയൊക്കെ ഇപ്പൊ നടത്താൻ പറ്റുമോ സാറേ? നടത്താടോ നമുക്ക് മുതലാളി. 2000 എന്നുള്ളത് 4000 ആക്കിയത് കുഴപ്പമില്ലല്ലേ? ഇനിയിപ്പോ ഒരു 6000 പേര് വന്നാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല. എനിക്കത് കേട്ടാൽ മതി, ഞാൻ ട്രൈ ചെയ്തിരിക്കും. അല്ല സർ, പാൻഡമിക് ആക്ട് അത് നിലവിലുണ്ടല്ലോ മുതലാളി. അതുകൊണ്ട് 2000 പേരുടെ സദ്യ വീട്ടിൽ വിളിച്ചു വരുത്തി നടത്താനൊന്നും പറ്റത്തില്ല. വീട്ടിലല്ല സാറേ, ഓഡിറ്റോറിയത്തിലാണ്. എനിക്കറിയാടാ, ഓഡിറ്റോറിയത്തിൽ കല്യാണം നടത്താൻ പറ്റില്ല. അതുകൊണ്ട് മുതലാളുടെ കല്യാണത്തിന് മുതലാളുടെ കല്യാണമല്ല, മുതലാളുടെ മോളുടെ കല്യാണമല്ലേ. മിണ്ടരുതട്ടോ നീ. അപ്പോൾ മുതലാളുടെ മോളുടെ കല്യാണത്തിൻ്റെ അന്ന് നമ്മുടെ ജില്ലകളിലെ എല്ലാ വൃദ്ധസദനങ്ങളിലേക്കും അനാഥാലയങ്ങളിലേക്കും ഫുഡ് എത്തിച്ചു കൊടുക്കാമെന്ന് ഞാൻ ഏറ്റിട്ടുണ്ട്. അത് പ്രകാരം സദ്യ അവിടെ എത്തിച്ചിരിക്കണം. നമ്പറൊക്കെ ഞാൻ അങ്ങോട്ട് തരാം. അല്ല സാറേ, ഇപ്പൊ അതും ഇതൊന്നുമില്ല, ഞാൻ പറയണത് അങ്ങോട്ട് കേട്ടാൽ മതി. സാറേ അങ്ങനെയാണെങ്കിലേ എന്റെ വീടിന്റെ അടുത്തൊരു വൃദ്ധസ്ഥാനമുണ്ട്. ഒരു 10-75 പേര് അവിടെ ഉണ്ടാവും. അവിടെ കൂടെ ഒന്ന് ഭക്ഷണം എത്തിച്ചാ മുതലാളി എത്തിച്ചോളും. അതൊക്കെ ഏറ്റവും മുതലാളി. സാറേ, എന്റെ വീടിന്റെ അടുത്ത് 100 പിള്ളേരുള്ള ഓർഫനേജ് ഉണ്ട്. പാവം പിള്ളേരാ സാറേ, അവിടെയും കൂടെ. മുതലാളിക്ക് ആ നമ്പർ കൊടുത്താൽ മതി, മുതലാളി സദ്യ എത്തിച്ചോളും. എത്തിക്കണോട്ടാ. ഓ സാറേ, എന്റെ വീടിന്റെ അടുത്തൊരു വൃദ്ധസ്ഥാനമുണ്ട്. അവിടെ ഒരു 150 പേർക്കുള്ള സദ്യ കൊടുക്കണം. എന്നോട് പറയണ്ട, മുതലാളിക്ക് നമ്പർ കൊടുത്താൽ മതി, മുതലാളി എത്തിച്ചോളും. അല്ല, സത്യഭാമയുടെ വീടിന്റെ അടുത്ത് അനാഥാലയോ വൃദ്ധസ്ഥാനം ഒന്നുമില്ലേ? അവിടെ ഒന്നുമില്ല സാർ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഒരു അരമണിക്കൂർ സമയം തരും. അതിനുള്ളിൽ ഏതെങ്കിലും ഒരു അനാഥാലയത്തിന്റെയോ വൃദ്ധസ്ഥാനത്തിന്റെ നമ്പർ മുതലാളിക്ക് കൊടുത്തിരിക്കണം. നമുക്ക് അവിടെ സദ്യ എത്തിച്ചു കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ യു വിൽ ബി സസ്പെൻഡഡ്. സാർ, അപ്പൊ മുതലാളി, ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ കേട്ടല്ല. മുതലാളുടെ മോളുടെ കല്യാണത്തിന്റെ അന്ന് ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ സദ്യ എത്തിച്ചില്ലെങ്കിൽ ഞാൻ തൂക്കിയെടുത്ത് ഈ സെല്ലിനകത്ത് ഇടും. പിന്നെ IG അല്ല DGP വിളിച്ചു പറഞ്ഞാലും നീ പുറം ലോകം കാണൂല മോനെ. കേട്ടാ? മുതലാളി ഇനി ഒരക്ഷരം മിണ്ടിയ നിന്നെ ഇവരെ ഇടിച്ച മൂലയ്ക്കാൻ കേട്ടു ഞാൻ. അല്ലാണ്ടാ ഓടാ ഓടാ. സമർത്ഥനസൈ പിടിച്ചു കെട്ടിയ കേസാണേ, അത് കടത്തി വെട്ടാൻ ഇവിടിനിയാരും നോക്കണ്ട. സമർത്ഥനസൈ പിടിച്ചു കെട്ടിയ കേസാണേ, അത് കടത്തി വെട്ടാൻ ഇവിടിനിയാരും നോക്കണ്ട.